മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ സംഗീത സാന്ദ്രമായ ഉഗ്രൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്രാങ്കോ അയ്യോ കല്യാണം ഒരു ബാധ്യതയായിട്ടാണ് നിങ്ങൾ കാണുന്നത്? ചുട്ടല്ല കൈൻ്റെ ഭാര്യമാർക്ക് അവർ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അവർക്ക് സാധിച്ചു കൊടുക്കാൻ തോന്നുന്ന ഒരു കാര്യം. ഞാൻ ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ ഇന്ന് വന്നിരിക്കുന്ന രണ്ട് സുന്ദരകുട്ടന്മാരായ രണ്ട് ഗായകന്മാരാണ്. ഈ ഗായകന്മാരെ പറ്റി പറയാനാണെങ്കിൽ ആദ്യമായിട്ട് ആരെ വിളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ സീനിയോറിറ്റി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ വിളിക്കേണ്ട ആള് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തൃശ്ശൂരുകാരാണ്. അങ്ങനെ രണ്ടാമത്തെ വലിയ കാര്യം, രണ്ടുപേരും ഗായകരാണ്, രണ്ടുപേരും സുന്ദരന്മാരാണ്, രണ്ടുപേരും തൃശ്ശൂരുകാരാണ്. ആദ്യത്തെ ഗായകനെ ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് മലയാളികൾക്ക് സുപരിചിതമായ ശബ്ദം, വേറിട്ട് നിൽക്കുന്ന ഒരു ശബ്ദം, സംഗീത സംവിധായകൻ ഔസേപ്പച്ചന്റെ ബന്ധു, എന്തും തുറന്നു സംസാരിക്കുന്നവനെന്ന് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് തന്നെ തുറന്നു സംസാരിക്കുന്നതിന് അർത്ഥം വരുന്ന ഫ്രാങ്കോ. ഫ്രാങ്ക്നെസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ഫ്രാങ്കോ. ഈ ഫ്രാങ്കോ എന്ന പേര് പറഞ്ഞ ഫ്രാങ്ക്നെസ് ഇഷ്ടപ്പെടുന്ന തുറന്ന് സംസാരിക്കുന്നതാണ് ഞാൻ തന്നെ ഊഹിച്ചിരിക്കുകയാണ്. ആണോ എന്ന് പറയുന്ന പോലെ ഈ ഷോയിൽ വന്ന് തന്നെ കുറെ കാര്യങ്ങൾ തുറന്നു പറയാനല്ലേ? സത്യമായിട്ടും എന്നെ പറ്റിയല്ലല്ലോ അല്ലേ? എന്തുണ്ടെങ്കിലും അവനോ അവന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ഷോ. ഇതിനു മുമ്പ് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത ആളെ നമുക്ക് വിളിച്ചാലോ? ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു സമാധാന പ്രിയൻ. മലയാള സിനിമ പിന്നണി ഗായകരിൽ തന്നെ ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ തമ്മിൽ സിനിമയിൽ കബഡി പാടാൻ വേണ്ടി വന്നിരിക്കുക. അനൂപ് വേറെ എന്തോ പാട്ട് പാടാം. അപ്പൊ ചിത്ര ചേച്ചി ആദ്യമായിട്ട് ഞാൻ കാണുന്ന സമയം, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എണീറ്റ് അനൂപ് എന്റെ അടുത്തേക്കുന്നുണ്ട്. ഓ, റീമിയുടെ ബ്രദർ ആണല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും ഞങ്ങൾ മുഖത്തോട് എന്തൊക്കെയോ ചില മുഖഛായകൾ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ അപ്പോഴാണ് എന്തായാലും എന്റെ മുഖഛായയിലുള്ള ആ എന്റെ ബ്രദർ ആവേണ്ടതായിരുന്ന ആ ഹതഭാഗ്യൻ ആരായിരുന്നെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ വിളിച്ചോ, സ്വന്തം നാട്ടുകാരനല്ലേ? സ്വാഗതം. അനൂപിനെ എന്താ പറയാ, അനൂപിന് നേരത്തെ ബ്രദറിന്റെ കാര്യം മാത്രമല്ല, അനൂപ് പാടി വന്ന ഫസ്റ്റ് സിനിമ ഏതായിരുന്നു? ഞാൻ അന്ന് പാടാൻ വന്ന എം ജയൻ സാറിനാണ്. അല്ല, ഇൻഡസ്ട്രിയിൽ പാടി വന്ന് കൊച്ചി രാജാവ് എന്ന ചിത്രത്തിലൂടെ വന്ന് 8 ദിക്കും മതയാനെ ഇത് തമിഴ് സിനിമയിൽ എത്തി നിൽക്കുന്നു. മതയാനെ അതെ, 8 ദിക്കും മതയാനെ. എവിടെ തിരിഞ്ഞു നോക്കിയാലും പ്രാന്തം. അങ്ങനെ ഒരു സിനിമ സത്യത്തിൽ ഉണ്ടോ? ആക്ടർ ആര്യയുടെ അനിയന്റെ ആദ്യ സിനിമ. അപ്പൊ ഇവരുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേൾക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഒരു പാട്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്, പക്ഷെ ഇവർ നടത്താൻ പോകുന്നത് ഒരു ഉഗ്രൻ ബാല ഡാൻസ് ആയിരിക്കും. ഒരു വെറൈറ്റി ആയല്ല. അനൂപിനെ എന്തിനു റെഡി കാണാം? അനൂപ് ഒരു ഉഗ്രൻ ആങ്കറും കൂടെയാ. ഫ്രാങ്കോച്ചാണ് ഉഗ്രൻ അഭിനേതാവാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോ ആങ്കറിങ് കാണിക്കുവോ, അഭിനയം കാണിക്കുവോ, പാട്ട് പാടുവോ? അപ്പൊ ശരി, ആദ്യം സീനിയോറിറ്റി വെച്ച് ഫ്രാങ്കോ ചേട്ടന്റെ കാലിൽ തൊട്ട് വണങ്ങിയിട്ട് നമുക്ക് തുടങ്ങാം. വരും ഫ്രാങ്കോ ചേട്ടൻ തന്നെ തുടങ്ങിക്കോ. അല്ല, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും തൃശ്ശൂർക്കാരാണല്ലോ, അപ്പൊ തൃശ്ശൂരിന്റെ ഒരു പാട്ട് ആവട്ടെ. അപ്പൊ തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഈ പാട്ട് 2 വാക്ക് തൃശ്ശൂരിൽ സംസാരിച്ചിട്ട് തുടങ്ങുക. ഗഡി, അത് നമ്മള് ഇതിൽ തന്നെ പാടിട്ട് അങ്ങോട്ട് തുടങ്ങാം. അതന്നെ ഒരു ജാതി ഇടിവിട്ട് പാട്ടിൽ തുടങ്ങാം. അതന്നെ ഒരുമാതിരി തേങ്ങയുടെ പാട്ടാണോ? നിങ്ങക്ക് തേങ്ങ ഇല്ലാത്തൊരു ഐറ്റം ഇല്ലല്ലോ. പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്.
ഇപ്പറഞ്ഞ നാടിനു കരയേഴുമുട്ടുക്ക് പേര് കാണണമെങ്കിൽ കാണണം ഗടി തൃശിവ പേരൂര് പൂരങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട് ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര് ഇപ്പറഞ്ഞ നാടിനു കരയേഴുമുട്ടുക്ക് പേര് കാണണമെങ്കിൽ കാണണം ഗടി തൃശിവ പേരൂര് സൂപ്പർ സൂപ്പർ. തൃശ്ശൂരുകാർക്ക് എന്തായാലും പെരുത്തി അല്ല അത് ഞാൻ നമ്പൂതിരിയായി പോകണം അല്ലേ? നന്നായിരിക്കണോ? നന്നായിരിക്കണോ? തൃശ്ശൂരുകാർക്ക് അതിൽ ബോധിച്ചിട്ടുണ്ടാവും നമ്പൂതിരി അല്ലല്ലോ തൃശ്ശൂർ അല്ല ഇതിപ്പോ തൃശ്ശൂരുകാർക്ക് ഇത് ഇഷ്ടായിട്ടാ, ഇത് കളിക്കണ്ടാ, ഇതാണ് തൃശ്ശൂരിന്റെ സ്ലാങ്. ഫ്രാങ്കോണ് കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കുക തൃശ്ശൂരിന്റെ തൃശ്ശൂരുകാർക്ക് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്ത് പറയും? ചുട്ടല കൈൻ്റെ ചുട്ടലൊക്കെ ഉണ്ട് അതന്നെ. ചുള്ളനെ അലക്കിയിട്ടുണ്ട്. ചുള്ളൻ അടിപൊളി ഗഡി നന്നായിട്ട് പാടിയിട്ടുണ്ട്. ശരി, ഇനി ഫ്രാങ്കോ ചേട്ടൻ പോളിടെക് എന്ന ചിത്രത്തില് അദ്ദേഹത്തിന്റെ ശബ്ദം ഏറ്റവും ഭംഗിയായിട്ട് ഈ അടുത്ത കാലത്ത് കൊടുത്തത് വിജയിച്ച ഒരു പാട്ടെന്ന നിലയിൽ ആ ഗാനം രണ്ടുപേരും അപ്പക്കാളെ കൊതി വേണ്ട കാളെ ഈ അമ്പത്തെ കളി വേണ്ട പാറ്റേ അടവെട്ടും അടിതെറ്റി ചെറുതിയിൽ ചിറകാളി ഹേ വക്കാണം കൂടണ്ട അപ്പക്കാളെ വയ്യൊന്നു വേണ്ടെന്നോ ഈ അമ്പറ്റേ പച്ചോലപ്പാടം നീ കൊണ്ടാട്ടി കൊയ്യണ്ടാട കാളേ പടികാളേ ഇടിവെന്ന് വെട്ടം നീ വല്ലാതെ ചുറ്റണ്ടാട പാറ്റേ മഴപാറ്റേ പടുകാളേ മഴപാറ്റേ കാളേ പാറ്റേ അപ്പക്കാളേ കൊതി വേണ്ട കാളേ ഈ അമ്പറ്റേ കളി വേണ്ട മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് മൂന്ന് പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ്. ഇനി എല്ലാം 100%. അതാണ് കിച്ചൺ ട്രഷേഴ്സിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഒരു എന്താ പറയാ ഒരു പാട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് 100% കൊടുക്കുമെന്നുള്ള കാര്യം ഒരു വിശ്വാസമുണ്ട് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സ്. വെരി ഗുഡ് വെരി ഗുഡ്, താങ്ക് യു. നിങ്ങൾ മാത്രം കൈയടിച്ച പോലെ ഇവിടെ ആരും കൈയടിക്കുന്നില്ലല്ലോ. അങ്ങനെ ഏത് മ്യൂസിക് ഡയറക്ടറാണ് പറഞ്ഞു ഇത് പാടി കഴിയുമ്പോഴത്തേക്കും അനൂപേ ഫ്രാങ്കോ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം 100% നിങ്ങൾ തിരിച്ചു തന്നിരിക്കുന്നതെന്ന് ചൂണയുണ്ടെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാ? എന്തായാലും ഔസേപ്പിച്ചൻ സാർ പറയില്ല. ഔസേപ്പിച്ചൻ സാറിന്റെ ശരിക്കും ബന്ധം നോക്കുവാണെങ്കിൽ ആരായിട്ട് വരും? അനിയത്തിയുടെ മോനാണോ ഫ്രാങ്കോ ചേട്ടൻ? ചേച്ചിയുടെ മകൻ. ചേച്ചിയുടെ മകനാണ് അല്ലേ? സാറിന്റെ സ്കൂളിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം ഫ്രാങ്കോ കുറെ ഔസേപ്പിച്ചൻ സ്കൂളുണ്ടോ? ആ സ്കൂളുണ്ട്. ആ സ്കൂളിൽ നമ്മൾ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന്റെ സംഗീത സ്കൂളിൽ. അപ്പൊ സാറിന്റെ ചീത്തകൾ കേട്ട് ശരിക്കും ഇമ്പ്രൂവ് ചെയ്ത സിംഗേഴ്സ് എന്ന് വേണം പറയാൻ. സത്യമായിട്ടും പക്ഷെ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗൈഡൻസ് ആണ് സാർ തന്നേക്കുന്നത്. ഏറ്റവും വലിയൊരു ഇപ്പോഴും ഓർക്കുന്ന വിചാരിക്കേണ്ട അദ്ദേഹം പ്രതികരിച്ചു പോയ ഒരു അനുഭവം പറയാൻ പറ്റുമോ? അദ്ദേഹം സത്യം പറയുകയാണെങ്കിൽ വർക്കിനോട് ഓവർ സിൻസിയർ ആണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വർക്കഹോളിക് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ഔസേപ്പിച്ചൻ സാറാണ്. വർക്കഹോളിക് എന്ന് പറഞ്ഞാൽ കള്ളുപിടിക്കലല്ല, പടി മൂത്ത്. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. നമ്മുടെ ചേട്ടന്മാരെല്ലാം ഭയങ്കര സങ്കടത്തിലാണ്. ഈ അടുത്ത് ബാർ അടച്ചു പൂട്ടും എന്നൊരു സംഭവം വന്നേക്കുന്നുണ്ട്. അതിനിപ്പം എന്താ പറയാ, നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് നോക്കിയാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരുപാട് കുടിച്ച് പ്രോബ്ലം ഉണ്ടാക്കി കുടുംബമേ കുട്ടികളെ ഭാര്യയും പിള്ളേരൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ആ ഒരു വീട്ടിൽ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് നിർത്തിയത് എത്രയോ നല്ലതാണ്. വെറുതെ ഞാൻ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചോ? പെട്ടെന്ന് ഈ ടോപ്പിക് എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യഥാർത്ഥത്തിൽ ബാറുകൾ പൂട്ടുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായത്തിൽ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ മദ്യപിക്കാൻ തീരുമാനിച്ചവർ എങ്ങനെയായാലും മദ്യപിക്കും എന്നുള്ളൊരു വേറൊരു സത്യമുണ്ട്. അത് അവരിലേക്ക് മദ്യപിക്കുമെന്ന് പറയണം. പക്ഷെ ഒരു പരിധി വരെ തടയാം. അവരെ വ്യാജമദ്യത്തിലേക്കും മറ്റ് ബുദ്ധിമുട്ടുകളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള സംവിധാനം കൂടി എനിക്ക് വേറെ അഭിപ്രായമുള്ളത്, പലപ്പോഴും ഇപ്പോൾ ഈ പുകവലി അല്ലെങ്കിൽ മറ്റ് ടുബാക്കോ ഉൽപ്പന്നങ്ങൾ, അതുപോലെ മദ്യം, ലഹരി, ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആവുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അതിന്റെ ഒരു വലയത്തിൽ നമ്മൾ പെടുന്നത്. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോ 1 മണിക്കൂർ പോകും. അല്ല, ഇത്തിരി ഡ്രിങ്ക്സ് ആയാലോ എന്ന് പറയുമ്പോ കൊക്കക്കോളയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അയ്യാ, മുഖത്തൊരു സന്തോഷം. ഡ്രിങ്ക്സ് വന്നാലും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടതിന്റെ കാര്യം മനസ്സിലായില്ല ചേട്ടാ. എന്താ വല്ല നൈരാശ്യം ഉണ്ടോ? അതേന്ന്
ഓക്കെ ആണ്, അത് കുടിച്ചോണ്ട് നമുക്ക് സംസാരിക്കാം. നമ്മള് എനിക്കൊരാഗ്രഹം, ഇതുവരെ ഞാൻ അങ്ങനെ ഫ്രാങ്കോ ചേട്ടൻ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടുന്നത് കേട്ടിട്ടില്ല. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അതിന്റെ ആളാണ് എന്ന് വെച്ചാൽ അറിയാം, നമുക്കറിയാം. വെസ്റ്റേൺ ഏറ്റവും ഇതുപോലെ ഫ്രാങ്കോ ചേട്ടൻ്റെ സ്റ്റൈൽ ഒരു ശബ്ദം ഈ കേരളത്തിൽ തന്നെ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആ വേറിട്ട ശബ്ദമായതുകൊണ്ട് തന്നെയാണ് ഹരിസ് ജയരാജിന്റെ ഒക്കെ എത്രയോ പാട്ടുകൾ പാടിയിരിക്കുന്നു. ഏറ്റവും സൂര്യയുടെ പടങ്ങൾ ഏതൊക്കെയാ? മാട്രാൻ. ഹിറ്റായ പാട്ട് ഏതാ? വേട്ടയാട് നമ്മുടെ ശബ്ദത്തിനൊപ്പം സൂപ്പർ സ്റ്റാർ സൂര്യക്ക് അങ്ങോട്ട് അങ്ങ് അഭിനയിക്കുമ്പോഴല്ലോ അതൊരു ഭയങ്കര ഒരു അനുഭവമാണ് അല്ലേ, ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതില്ലാത്തവർക്ക് അത് മനസ്സിലാവുള്ളൂ, അഭിനയിച്ച് അത് നേടിയവർക്ക് അത്ര അതിന്റെ വില മനസ്സിലാവണമെന്നില്ല. എന്നാൽ അനൂപ് ശങ്കറിനെ പറ്റി പറയാനാണെങ്കിൽ അനൂപിന്റെ നല്ലതും പറയണം, 5 മോശവും പറയണം. 5 ഗുണങ്ങൾ ഞാൻ തന്നെ പറഞ്ഞുതരാം. കാണാൻ നല്ല സുന്ദരനാണ്, നന്നായിട്ട് പാട്ട് പാടും, എളിമയുണ്ട്, വിനയുണ്ട്, നല്ല ഡ്രസ്സിംഗ് ആണ്, ഭാര്യയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, എല്ലാം കൂടെ. പക്ഷെ 5 മോശം നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തി നോക്കും. എനിക്ക് നാം മുന്നോട്ട് ചർച്ച കൊണ്ടുപോകുന്നില്ല. മോശമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു സസ്യ ബുക്കാണ്. ഒരു മോശം ക്വാളിറ്റി ആയിട്ടാണ് സസ്യ ബുക്ക്. എനിക്ക് ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴും കൊച്ചു പിള്ളേരുടെ മുഖമാണ്, കൊച്ചു പിള്ളേരുടെ തൊട്ടിൽ കിടക്കുന്ന കൊച്ചിന്റെ മുഖം. മീശയില്ല, ഭയങ്കര മോശമായി പോയി. പിന്നെ അനൂപ് തന്നെ പറയാം. അല്ല, ഇതിന് ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞുതരാം. എന്റെ ഭാര്യ വിളിച്ചാൽ മതി, പെട്ടെന്ന് 5 ഉത്തരം കിട്ടും. അതാ 10, 15, 50 കിട്ടും. അതല്ല, അത് പുറത്തുനിന്നുള്ളവർക്ക് എന്ത് മനസ്സിലാവുന്നുള്ളതാണ്. അനൂപ് തന്നെ സ്വയം വിലയിരുത്തിയിട്ട്. എന്റെ വിലയിരുത്തൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ മടിയനാണ്, നല്ല മടിയനാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ പാട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ എനിക്ക് ഈ നമ്മുടെ തൊഴിലിന്റെ ഒരു ഭാഗമാണ് എല്ലാരെയും കണ്ട് ഒന്ന് വിഷ് ചെയ്യുക. അതായത് ഒരു PR വർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാണ്, ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട്. അനൂപിനെ സത്യം പറഞ്ഞ ഇതാണ്, നമുക്ക് അങ്ങനെ ഒരു മൈനസ് പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളാണ്. കേരളത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ വ്യക്തിയോട് വേറെ എവിടെ ജനിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം തമിഴ്നാടെന്നേ പറയുള്ളൂ. കാരണം വാ തുറന്ന തമിഴ്, വീട്ടിൽ സംസാരിക്കുന്ന തമിഴ്, പാട്ട് ശരിക്കും പറഞ്ഞ ഇഷ്ടം കൂടുതൽ തമിഴ് പാട്ട്, മൊത്തത്തിൽ തമിഴ് മയത്തിൽ കിടക്കുന്ന ഒരാളാണ്. സത്യമാണോ ഞാൻ പറഞ്ഞു? കേരളത്തിൽ ജനിക്കില്ല, രണ്ടാമത്തെ സ്ഥലം ചോദിച്ചാൽ തമിഴ്നാടല്ലേ പറയുള്ളൂ. തമിഴ്നാട് കറക്റ്റ് സ്ഥലം എവിടെ പറയും? തമിഴ്നാട് സേലം പറയാം, അല്ലെങ്കിൽ തഞ്ചാവൂർ പറയാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു പൊതുവായ ഒരു ഘടകം ക്രിയേറ്റിവിറ്റിയിൽ ഒത്തിരി പങ്കുവഹിക്കുന്ന രണ്ടുപേരും. ഫ്രാങ്കോ ചേട്ടനാണെങ്കിൽ ഒരുപാട് ആൽബംസ്, റോഡ്, തീയ, പുക, പിന്നെ എല്ലാത്തിനെ പറ്റി സാമൂഹിക പ്രസക്തിയുള്ള എല്ലാ അപ്പ ആൽബം ആക്കി കളയും. അനൂപാണെങ്കിൽ അപ്പ തന്നെ അത് ആൽബം ആക്കി ഫോട്ടോ എടുത്ത് മറ്റേ സൂക്ഷി വീട്ടിൽ വെക്കും. അങ്ങനെ 2 ആൽബങ്ങളാണെന്നുള്ള വ്യത്യാസമുള്ളൂ. ശരി, ഇപ്പൊ ഏതാ പാടുന്നത്? ഇപ്പൊ ഇത് മോഹൻലാൽ ഫാൻസിന് വേണ്ടി. മെല്ലെ 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 ഞാനാ മണ്ണിലൂടെ നടക്കുമ്പോൾ കൈപിടിച്ചു കൂടെ വരുന്നെന്റെ ചേട്ടൻ, കണ്ണിൽ കനിവിന്റെ തിരി തെളിച്ചെന്നും ചുണ്ടിൽ പുഞ്ചിരി പൂവിരിച്ചു, തോൾ ചരിച്ച് നടക്കും, താഴ്മയായി ചിരിക്കും, താഴ്മയുള്ള താരമെന്റെ ലാലേട്ടൻ. ഇതാണ് ആ പാട്ട്. ഇവിടെ കണ്ട സ്പെഷ്യൽ കൈഡിയൊക്കെ. അതെ, അപ്പോൾ ഇതിന് ഏറെ സന്തോഷമുള്ള കാര്യം, ഈ പാട്ട് ലാലേട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം നമ്മൾ റിലീസ് ചെയ്തപ്പോൾ ലാലേട്ടൻ ഞങ്ങളെ താങ്ക്സ് വിളിച്ച് അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു, ഫേസ്ബുക്ക് പേജ്. ലാലേട്ടൻ അല്ലായിരുന്നു എന്നാ ഞാനിത് അറിഞ്ഞു. നമുക്ക് പരിചയമുള്ള ഒരു മിമിക്രിക്കാരനാണ് നിങ്ങൾ എനിക്കറിയാം, എന്നെ പറ്റിച്ചതായിരുന്നു അത്. ഇപ്പോഴെങ്കിലും സത്യം ഒന്ന് തിരിച്ചറിയാം. പറ്റിച്ചതല്ല. ഇനി നമുക്ക് ചെറിയൊരു എന്തുകൊണ്ട് ലാലേട്ടൻ ഫേസ്ബുക്കിൽ ഇട്ടത് കൊണ്ടാണ്. ചുമ്മാ പറഞ്ഞേട്ടോ, ലാലേട്ടൻ തന്നെയായിരുന്നു വിളിച്ചത്, എന്നോട് പറഞ്ഞായിരുന്നു അദ്ദേഹം. അത് കൊള്ളാം. അപ്പൊ നമുക്കൊരു കാര്യം, ബ്രെത്ത്ലെസ് നമ്മളൊരു പേരിടുവാണ്. ഏറ്റവും കൂടുതൽ നേരം ശ്വാസം മുട്ടിച്ച് അത്തുപാടുന്ന ആർക്കാണ് അവർക്കായിരിക്കും ഈ മത്സരത്തിൽ സമ്മാനം ലഭിക്കാൻ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഹരിമുരളിരവാണ് നമ്മൾ സിത്താരയ്ക്കും ഗായത്രി യേശിക്കും കൊടുത്തത്. അത് വേണ്ട, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ. പക്ഷെ രണ്ടുപേരും പാടുന്ന ഒരു പാട്ടായിരിക്കണം, എന്നാലേ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരാന്ന് വെച്ചാൽ തുടങ്ങാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്
നീട്ടി പിടിക്കുന്ന ആരായിരിക്കും? ഫ്രാങ്കോ ചേട്ടന്റെ. ഓക്കെ, ഇത് നിസ്സാരമായിട്ട് കണക്കാക്കരുത്. മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ ഒരു സമ്മാനമുണ്ട്. ഫ്രാങ്കോ ചേട്ടൻ തമാശയായിട്ട് എടുക്കരുത്. വീട്ടിലൂടെ നമുക്ക് മിക്സി കൊണ്ടുപോകേണ്ടതാണ്. ഓക്കെ, റെഡി? ടൈം സ്റ്റാർട്ട്സ് നൗ. अपने कर्म की करादाए ഫ്രാങ്കോ ചേട്ടാ, ഞാൻ കിടുങ്ങിപ്പോയി. സാധാരണ ഞാൻ പറയട്ടെ, നമുക്ക് തടി കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ശ്വാസത്തിന് കുറച്ച് ബുദ്ധിമുട്ട് വരും. പക്ഷെ ദൈവം സഹായിച്ച് ഇതൊന്നും തൊണ്ടയെ ബാധിച്ചിട്ടില്ല. അത് തന്നെ വലിയ ദൈവാനുഗ്രഹം കേട്ടോ ഫ്രാങ്കോ ചേട്ടാ. അതെ, പക്ഷെ ഈ ശ്വാസം കൂടുതൽ പിടിക്കുന്ന ഒന്നും അല്ല ഒരു യഥാർത്ഥ ഗായകനെ നമ്മൾ കണ്ടെത്താൻ. നിങ്ങൾ ഓൾറെഡി പ്രൂവ്ഡ് ആണ്, നിങ്ങൾ തെളിയിച്ച ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഇത് നമ്മളൊരു തമാശ പാട്ട്, അതെ, മിക്സ് കിട്ടാൻ വേണ്ടി, അത്രേ ഉള്ളൂ. ശരി, ടൈം കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇതിനെ കടത്തി വെട്ടാൻ പറ്റുമോ അനൂപിന്? अपने कर्म की करादा അല്ല, ഈ പറഞ്ഞ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇത്രയും പോലും പറ്റത്തില്ല. ആര് പറഞ്ഞു? എന്റെ അടുത്ത് പറഞ്ഞ ആരും പറഞ്ഞില്ലല്ലോ. ഇതെന്ത് പറ്റി എനിക്ക് പെട്ടെന്ന്? അപ്പൊ എന്തായാലും വിന്നർ ആയിരിക്കുന്നത് നമുക്കറിയാം, അനൂപ് ശങ്കർ അല്ല. അപ്പൊ അതുകൊണ്ട് അനൂപ് ഇതേ ആ പുറകെ കൂടെ ചെന്ന് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് തിരിഞ്ഞ് യൂട്ടേൺ എടുത്ത് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഗായത്രി ചേച്ചി പാടിയേക്കുന്ന ടൈമിലും കടന്നുപോയി. എങ്ങനെ പ്രാക്ടീസ് ഉണ്ടോ ശരിക്കും? യോഗ വല്ലോ? എന്ത് സ്വന്തം ഇതിന് സമ്മാനം കിട്ടിയ പറ്റി എന്താ ഇത്? ബാക്കി ശ്വാസം ഇല്ലാത്ത ഞങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് എന്ത് ഉപദേശം താങ്കൾക്ക് നൽകാൻ പറ്റും? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ഇതിലെനിക്ക് ശ്വാസം നമുക്ക് നിലനിർത്താൻ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയടിക്ക് എല്ലാ എനർജിയും കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സും അല്ലേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എക്സ്പ്രഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ബ്രത്ത് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ഇപ്പം നമ്മൾ വളരെ സ്റ്റഡി ആയിട്ട് ലെങ്ത് ആയിട്ട് പാടി, പക്ഷെ കുറച്ച് എക്സ്പ്രഷൻ കൊടുത്താൽ ഇതിന്റെ പകുതിയായി നമുക്ക് പാടാൻ പറ്റും. അനൂപ് പാടിയപ്പോൾ കുറച്ച് എക്സ്പ്രഷൻ കൊടുക്കാൻ നോക്കിയതുകൊണ്ട് അത് മാത്രല്ല, ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞ വീട്ടിൽ മിക്സി പറഞ്ഞ ആവശ്യമുണ്ട്, അനൂപ നീ തോറ്റു തരണം. നമുക്കൊരു കാര്യം ചെയ്യാം, അനൂപിന്റെ ഒരു പാട്ടാവാം ഈ സന്തോഷത്തില്. നമുക്കൊരു ചെയ്യാം. അനൂപ് എന്തൊക്കെ പാവാന്ന് പറഞ്ഞാൽ അനൂപിന്റെ കയ്യിലിരിപ്പ് ഭയങ്കരമാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും കുരുത്തം കെട്ടവനാണ്. നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് തന്നെ ആയിക്കോട്ടെ, കാരണം ആ ആൽബം, ആ ഒരു പാട്ട് അനൂപ് ചെയ്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അനൂപിനെ പറയാം തീർച്ചയായിട്ടും. അതെ, അതും നേരത്തെ ഞാൻ പാടിയ ലാലേട്ടൻ്റെ പാട്ട് ചെയ്ത് ഹരി തന്നെയാണ് ചെയ്തത്, എഴുതിയതും അദ്ദേഹമാണ്. അപ്പം എനിക്ക് നല്ല റീച്ച് തന്നൊരു പാട്ടാണ്. അപ്പം ആ പാട്ടിന്റെ പുതിയൊരു വേർഷനാണ് ഇപ്പോൾ പാടാൻ പോകുന്നത്. ചില ആൽബംസ് സിനിമാ പാട്ടിന്റെ അപ്പുറം റീച്ച് നമുക്ക് തരും. അതിന്റെ വ്യക്തമായ ഉദാഹരണമുള്ള സുന്ദരിയെ, ചെമ്പകമേ തുടങ്ങിയ പാട്ടുകൾ. ശരിക്കും ഫ്രാങ്കോ ആണ് അതിൽ ട്രെൻഡ് സെറ്റർ. എപ്പോഴും മലയാളത്തിൽ ഒരു പാരലൽ സ്ട്രീം ഓഫ് മ്യൂസിക് കൊണ്ടുവരുന്ന എൻ്റെ അഭിപ്രായത്തിൽ ഫ്രാങ്കോ ആണ്. സത്യമാണത്. ഞാനൊരു വളരെ ജെന്യൂൻ ആയിട്ടുള്ളൊരു കോംപ്ലിമെന്റ് പറയാം. അതായത് സിനിമയിൽ ഏത് പാട്ട് പാടി ഒന്നും ആൾക്കാർ ചോദിക്കുന്നില്ല, റിമി ടോമിയുടെ പരിപാടിയിൽ വന്നില്ലെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ കാര്യമല്ല. ഇത്രയും പേര് നമ്മളെ കണ്ട് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. അതിന് റിമിക്ക് വലിയൊരു കാര്യം. അപ്പൊ കുരുത്തം കെട്ടവൾ, കുരുത്തം കെട്ടവൻ എന്ന പാട്ടിനെ കുരുത്തം കെട്ടവളാക്കി ഡെഡിക്കേഷൻ ആണ് തരാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രൊഡ്യൂസറാണ്. അതുകൊണ്ട് പ്രൊഡ്യൂസറുടെ നിലയിൽ ഇത് ഞാൻ എഴുതിയതാണ്. അതുകൊണ്ട് താങ്കളുടെ ജീവിതം എനിക്ക് വളരെ പിന്നെ താങ്കളുടെ ജീവിതം ഞാൻ ഇത്രയും നേരം ഞാൻ കൊടുത്തതിനൊക്കെ തിരിച്ച് പണ്ടങ്ങാണ്ട് പാലാ നാട്ടിലെ ടോമിക്കും റാണിക്കും പെൺപിറന്നില്ലേ കുരുത്തം കെട്ടവൾ, കുരുത്തം കെട്ടവൾ. പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പോ മാഷിയുടെ പിന്നിൽ പൊടിവാരി ഇട്ടപ്പോ തുരുദൂരെ ചൊറിഞ്ഞപ്പോ കൈകൊട്ടി തിരിച്ചിട്ട് കൂട്ടം കൂടിയിട്ട് കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൾ, കുരുത്തം കെട്ടവൾ. കാലം കുറെ കഴിഞ്ഞതല്ലേ, പാട്ടും പാടി നടന്നതല്ലേ, എംബസിയിൽ കണ്ടുമുട്ടിയ റോയ് സെട്ടത് സലാം സലാം.
റോയിസേട്ട ചിരിച്ചു ചേട്ടാ മനവാകെ കുളിർത്തു കേട്ടാ എന്നാലും 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 നീ ഒരുത്തൻ കെട്ടവൻ കാലം കുറെ കഴിഞ്ഞതല്ലേ ചിങ്ങമാസം വന്നതല്ലേ നാട്ടിലെങ്ങും ഗാനമേള കൂടി കൂടി വരികയില്ലേ നവരസം കണ്ടിട്ടില്ലേ വേറെ കുറെ രസങ്ങളുണ്ട് ഒന്നും മൂന്നിൽ കൂടെ നാട്ടുകാര് കണ്ടതല്ലേ പടാനായി ചെന്നു ഷാറുഖാനെ കണ്ടു അവനൊന്ന് പൊക്കിയപ്പോൾ റോയിസിനെ വിട്ടതല്ലേ പണ്ടെങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പോ മരക്കല മാവിനെ കല്ലെറിഞ്ഞില്ലേ ഒരു തങ്കട്ടവൻ സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ അനൂപേ തകർത്തിരിക്കുകയാണ്. വേണ സുഖമായിട്ട് എഴുതാനും വരെ പറ്റുന്ന ഒരാളാണല്ലേ. എന്ത് കറക്റ്റാ പ്രാസോപ്പിച്ച് ഗംഭീരായിട്ട് എഴുതും. അതെ, എല്ലാം കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ടി വിയിൽ വരുന്ന ഒരു 6 പരസ്യങ്ങളുടെ ഗാനരചന ഇന്ത്യ. 6 പരസ്യങ്ങളുടെ ഗാനരചന കാഡ്ബറീസ് ഡയറി മിൽക്ക്, ഗോദ്രേജ് ഹെയർ ഡൈ. ഏറ്റവും ഹിറ്റായ പരസ്യം ഏതാ? ഏറ്റവും നമുക്ക് മനസ്സിലുള്ള പരസ്യം ഏതാ? അറിയാതെയെന്നോ ഒരു നോക്കു കണ്ടു. ഇത് രമേശ് നായർ സാറാണ്. തമിഴ് ഞാൻ എഴുതിയിട്ടുണ്ട്. അറിയാതെ അല്ല, ഇതിന്റെ തമിഴ് ഞാൻ പിന്നെ കാഡ്ബറീസ് അല്ല ഉണ്ടല്ലോ, ചാനലുണ്ടല്ലോ. ഇത് മലയാളത്തിൽ റദ്ദാക്കിയില്ല. കല്യാണം ഒരു ബാധ്യതയായിട്ടാണോ നിങ്ങൾ കാണുന്നത്? റോയ്സിനോട് ചോദിച്ചാൽ അത് കലക്കി. ഈ പാട്ടുകാർക്ക് നന്നായിട്ട് എല്ലാവരെയും അനുകരിക്കാനും പറ്റും. അത് പാട്ടുകാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലരും അങ്ങനെ ഇത് ചെയ്യാറില്ല. ഫ്രാങ്ക് കൊച്ചേട്ടൻ ഏതെങ്കിലും ഒരാളെ അനുകരിക്കാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചിലപ്പോൾ കൗതുകം തോന്നിയിട്ടുണ്ടോ ചില മിമിക്രി ചെയ്ത് നോക്കാനൊക്കെ? എനിക്കറിയില്ല. അനുവിന് പറ്റുമോ ഏതെങ്കിലും? പ്രത്യേകിച്ച് കമലഹാസൻ, രജനീകാന്ത് മാത്രം. ശരി, ആയിക്കോട്ടെ. கண்மணி அன்போட காதலன் நான் நான் எழுதும் லெட்டர் சி மடல் இல்லை கடிதாசின்னு வச்சுக்கலாமா? வேணாம், கடிதம் இருக்கட்டும். படி. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. ஓ, பாட்டாவே படிச்சுட்டே. அப்போ நானும் முதல்ல கண்மணி சொன்னேன்ல, அங்கே பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியம். ஒன்று நினச்சி பார்க்கும்போது கவிதை மனசில் அருவி மாறி கொட்டுது. ஆனால் அதை எழுதணும்னு உட்காந்தா அந்த எழுத்து தான் அந்த വാർത്ത. എനിക്കൊരു സംശയം പറയട്ടെ. ഇത് കേട്ടിട്ട് കമലഹാസൻ ഫാൻസ് ഭയങ്കരമായിട്ട് പ്രതിഷേധിക്കും. കാരണം അവരുടെ അണ്ണനെ നശിപ്പിച്ചു എന്നും പറഞ്ഞുണ്ട്. ഇല്ലട്ടോ, ഒരിക്കലും ഇല്ലട്ടോ. സൂപ്പറായി, നല്ലൊരു ഇടയ്ക്കൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ദേമീന്ന് അവരാരും കാണരുത്. എന്റെ ഫ്രാങ്കോ ചേട്ടാ, നമുക്ക് കടത്തി വിട്ടു. ഫ്രാങ്കോ ചേട്ടാ, ഏതെങ്കിലും പെട്ടെന്ന് സ്റ്റാറിനെ എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും ഒരു സ്റ്റാർ പറഞ്ഞു കൊടുക്കുക. ഞാനൊരു കാര്യം ചെയ്യും. ഞാൻ മിമിക്രി കാണിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ നമ്മുടെ ആ സ്റ്റാറും ആ സ്റ്റാറിന്റെ വീട്ടുകാരും ഫാൻസും തല്ലിക്കൊല്ലും. അതുകൊണ്ട് പിന്നെയും ഭേദം ഉള്ളതിൽ ഭേദം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. പ്രത്യേകിച്ചും എപ്പോഴും ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ പാടാറുള്ളതുകൊണ്ട് ശരിക്കും സത്യത്തിൽ എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ പാടാൻ ഭയങ്കര ഇഷ്ടം. നമുക്കൊക്കെ അതാണ് ഇഷ്ടം. പക്ഷെ അങ്ങനെ ഒരു ലേബൽ വന്നു അല്ലേ? വന്നുപോയി. എന്താ അപ്പോൾ നമ്മുടെ ജോൺസൺ മാഷിന്റെ നീ നിറയൂ ജീവനിൽ. ഓക്കെ,
വീണ്ടും നമ്മളെ ആരോ ഉന്തിത്തള്ളിയിട്ട പോലെ തീർച്ചയായിട്ടും അല്ലേ? ചില ഓർമ്മകൾ ഭയങ്കര സന്തോഷകരമായിരിക്കും, ചില ഓർമ്മകൾ ഇത്തിരി വിഷമങ്ങളും തരുന്നതായിരിക്കും. രണ്ടും കൂടെ സമ്മിശ്രമായിട്ട് ഒരു ജീവിക്കാനേ നമുക്ക് ഈ ഭൂമിയിൽ അവകാശമുള്ളൂ, അനുവാദമുള്ളൂ. തിരിച്ചറിയുന്ന നഗ്ന സത്യങ്ങൾ അറിയുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് പതറിപ്പോവാം. വീണ്ടും നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കര കയറി വരുമ്പോഴാണ് കര കാണാ കടലിൽ മേലെന്നുള്ള പാട്ടുണ്ടായത്. നിങ്ങളുടെ ഫാമിലിയിലോട്ട് ഞാൻ നേരത്തെ ഒന്ന് പോയാൽ പിന്നെ ആ വഴി ഞാൻ അമേരിക്കയിലോട്ടൊക്കെ ഞാൻ പോയി കളഞ്ഞു. അതുകൊണ്ട് കറക്റ്റായിട്ട് ഒരു ഇതിലോട്ട് വന്നില്ല. ഇപ്പോൾ അനൂപിൻ്റെ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മഴവിൽ മനോരമയുടെ ഇന്ത്യൻ വോയിസിലൂടെ ഈ ഗായികയെ നമുക്ക് നല്ലൊരു ഗായികയെ കിട്ടി. പിന്നീടാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞത് അത് അനൂപിന്റെ ഭാര്യയായിരുന്നു. എവിടം വരെ പോയി? ഫൈനൽ വരെ എത്തിയില്ല, എന്നാലും ആ ഭാര്യയോടൊപ്പം കംപ്ലീറ്റ് ഒരു ഗായകൻ പോലും അല്ലാതെ ഒരു എന്ന് വെച്ചാൽ ഞാൻ ആ ഗായികയുടെ ഭർത്താവ് എന്ന നിലയിൽ കൊച്ചിനെ നോക്കി. അനൂപ് അവിടെ ഒരു ആദ്യമായിട്ട് പാടാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ കൂടെ സപ്പോർട്ട് കൊടുക്കുന്ന ഭർത്താവിനെ പോലെ അനൂപ് നിന്ന്. അപ്പൊ എന്ത് തോന്നി? സ്വന്തം ഭാര്യ സ്റ്റേജ് ചെയ്യുന്ന പാടുന്നതും മത്സരങ്ങളിൽ വിജയിക്കുമ്പോഴും കാണുമ്പോൾ എന്ത് തോന്നി? അങ്ങനെ കാണിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ വിവരം. അപ്പൊ ഉള്ളില് ശരിക്കും വിഷമത്തോടു കൂടിയായിരുന്നു ഭാര്യയെ സപ്പോർട്ട് ചെയ്തത്? അതല്ല, അത് സന്തോഷം മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മളങ്ങനെ കോമ്പറ്റീഷനിൽ പാടി വന്നതുകൊണ്ട് അതിൻ്റെ ഒരു അല്ല, എപ്പോഴും ഭാര്യയാണ് സുപ്പീരിയർ എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമേ ഉദിക്കുന്നില്ല. മദർ സുപ്പീരിയർ, മദർ സുപ്പീരിയർ അതുപോലെ ഭാര്യ സുപ്പീരിയർ. വിജി ഇപ്പോൾ ദൈവം സഹായിച്ച അതിന് ശേഷം ശരത്തേട്ടൻ്റെ തമിഴ് സിനിമയെ പാടിപ്പോ സുജിത്തിന്റെ കൂടെ, കരികാലം പാടിയ സുജിത്ത്. ശ്രീവത്സൻ ജയമേനൻ അദ്ദേഹത്തിന്റെ മലയാളം സിനിമയിൽ പാടി. പിന്നെ മനു രമേശിന്റെ തമിഴ് സിനിമയിൽ പാടി. ഒരു 6 സിനിമയിൽ പാടിപ്പോ. നമുക്ക് വിജയം കൂടെ കൊണ്ടുവരായിരുന്നു സത്യത്തിൽ അല്ലേ? പക്ഷെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫ്രാങ്കോ ചേട്ടൻ പരാതി പറയില്ലേ? അപ്പൊ ഈ പിള്ളേരും ഭാര്യയും മക്കളും എല്ലാം ഇവിടെ നിറഞ്ഞു പോയല്ലേ? അവിടെ 5 പേരാ. സത്യം പറഞ്ഞാൽ വളരെ കാലം കൂടിയിട്ടാണ് ഞങ്ങളുടെ ഇടുവരും സമാധാനമായിട്ട് വന്നത്. എന്തിനാണ് ഇനി ഫ്രാങ്കോ ചേട്ടൻ അപ്പൊ എന്തായാലും അനുഭവം ഭയങ്കര സന്തുഷ്ടനാണ്. ഫ്രാങ്കോ ചേട്ടന്റെ ഭാര്യയെ പറ്റി റോൺസി അതിരാവിലെ മുന്തിരിത്തോട്ടങ്ങളിലൂടെ ഞങ്ങൾ പോകും. അതല്ല ശരി, സത്യം പറഞ്ഞാൽ അവിടെ വെച്ച് അവൾക്ക് ഞാൻ എന്റെ പ്രേമം. അല്ല, അതായത് നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന സമയത്ത് നമുക്കറിയില്ലോ നമ്മുടെ പാർട്ട്ണർ നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചയിലുള്ള പോലെ ആയിരിക്കില്ല ചിലപ്പോ ജീവിതത്തിലോട്ട് വരും. അതെ, തിരിച്ചറിയുമ്പോൾ വൈകിയിരിക്കും. അയ്യോ റോൺസി, ഞാൻ റോൺസി അല്ലേ ഉദ്ദേശിച്ചത്. സോ റോൺസിയെ പോലെ പേരുള്ള വേറൊരാളെ ഉദ്ദേശിച്ചു. അയ്യോ അടിക്കാനാണോ? അല്ല പെട്ടെന്ന് ഇല്ല. പക്ഷെ റോൺസിനെ പറ്റി പറഞ്ഞാല് അപ്പൊ ഓക്കെ കണ്ടതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ ഒരുപാട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓ ഭാഗ്യം, ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരോട് ഒരു ചോദ്യം. ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് ഭാര്യമാർക്ക് അവർ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അവർക്ക് സാധിച്ചു കൊടുക്കാൻ തോന്നുന്ന ഒരു കാര്യം രണ്ടുപേരും അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കത്തില്ല, പക്ഷെ അവരെ ഭയങ്കര സർപ്രൈസ് ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് അത് ആ സർപ്രൈസ് ഒന്ന് പൊളിച്ചെന്ന് പറയുകയാണ് നിങ്ങൾ. സർപ്രൈസോ? അവർക്കോ സർപ്രൈസ് ആയിട്ട് ഒന്നും കൊടുക്കാറില്ല. ഏറ്റവും പരാതി കിട്ടുന്ന കാര്യം സർപ്രൈസ് ആയിട്ട് കൊടുക്കാമെന്ന് സമയം കൊടുക്കുക. ഞാൻ ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ചില കൂടെ ഇരിക്കാനുള്ള സാധ്യത കൊടുക്കുക. ഒറ്റ കാര്യം ഞാൻ ഇടയിൽ കയറിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്കും കൂടെ ഉപകാരമുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഞങ്ങൾ എല്ലാ ദിവസവും എവറി ഡേ മോർണിംഗ് ആരംഭിക്കുന്നത് ഞങ്ങൾ പ്രയർ ഒരുമിച്ച് ചെയ്യും എവറി ഡേ. അപ്പോൾ ആ പ്രയർ കഴിഞ്ഞാൽ പിന്നെ കൂട്ടത്തല്ലേ അല്ല, പ്രയർ കഴിഞ്ഞാൽ പരസ്പരം ചുംബിച്ചുകൊണ്ടാണ് ഒരു ദിവസം ആരംഭിക്കുക. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ശരിയാന്ന് നോക്കി, ഞാൻ വെറുതെ പറഞ്ഞില്ല. അത് രാവിലെ മുന്തിരിത്തോട്ടങ്ങളിൽ പോകും, അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം നൽകുന്ന അറിയാണ്ട് പറഞ്ഞതാ. അല്ല ഞാൻ വെറുതെ എന്റെ മനസ്സിൽ തോന്നിച്ച് ഏകദേശം കറക്റ്റാ. മുന്തിരിത്തോട്ടം പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കും എന്നാണ് അതിന്റെ അർത്ഥം വന്നേക്കുന്നത്. അല്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെ ചില സൂത്രപ്പണികളിലും എല്ലാരും വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പക്ഷെ ഒരുപാട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കലഹവും പ്രശ്നങ്ങളും നമുക്ക് ജീവിക്കാൻ രണ്ട് ദിക്കിന്ന് വന്ന ആൾക്കാർ ഒന്നിച്ചില്ല ജീവിതകാലം മുഴുവൻ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇത്തരത്തിലുള്ള ചെറിയ ടിപ്സ് ഒക്കെ നമുക്ക് നോക്കാം. പക്ഷെ എന്നിട്ടും നിങ്ങൾ എന്താ നന്നാമത്തെ ഫ്രാങ്കോ ഈ പറഞ്ഞതിന്റെ വേറൊരു സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതോടുകൂടി എന്റെ കട്ടയും പുകയും പടക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ അത് രാവിലെ സോൺലി ഒന്നല്ല, അതിരാവിലെ എണീറ്റു. അത് പറയാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അല്ല പറയാൻ പറ്റുന്നത് എന്തായാലും റിവ്യൂ പറയുന്നതിന് കൂടുതലില്ല. അതായത് അതിരാവിലെ ഭാര്യ വീട്ടിലായിരുന്നു, ബോംബെയിലായിരുന്നു. അപ്പൊ രാവിലെ സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉറക്കം തെളിഞ്ഞില്ല എന്നൊരു മറ്റൊരു വലിയ വസ്തുത ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ ഇരുട്ടത്ത് ലൈറ്റ് ഇടാതെ
മുറി മാറിപ്പോയി. Oh my മുറി മാറി കയറിയിട്ട് ഭാര്യ കിടന്ന കട്ടിലിന് പകരം ഭാര്യയുടെ അമ്മ അല്ല, ഭാര്യയുടെ അമ്മയല്ല, അതാണ് എനിക്ക് കുഴപ്പമില്ല, ഭാര്യയുടെ മുത്തശ്ശൻ, അനിയത്തി. ഭാര്യയുടെ മുത്തശ്ശൻ കയറിയ കട്ടിലിൽ കയറി കിടന്നു. പുലർച്ചെ അദ്ദേഹത്തെ ധൃതരാഷ്ട്ര ആലിംഗനം കൊണ്ട് ചുംബിച്ചു. തലമുടിയിൽ ചുംബിച്ചപ്പോഴാണ് മനസ്സിലായത് എന്റെ ഭാര്യ ഇതല്ലാതുള്ളത്. കയ്യോട് ഞാൻ ഭാര്യയുടെ അയ്യോ, എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇല്ല, സത്യം എനിക്കുണ്ടായത് എന്താ വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിന് 1-1-3 വന്നല്ലോ. അപ്പോൾ റിമീനെ കണ്ടു. നിങ്ങളൊക്കെ ഇങ്ങനെ വണ്ണം കുറഞ്ഞു വരില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തായാലും ഞാൻ തീരുമാനിച്ചു, ഇനി പോയിട്ട് തല കുത്തി നിന്നാലും ഈ വണ്ണം കുറയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ തിരുവനന്തപുരത്തുള്ള 2 അവർ കാണാതിരിക്കുന്നത് ഈ പ്രോഗ്രാം, അവർ വന്നു, ഈ വൈദ്യന്മാര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഏതോ കാട്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പച്ചിലകളും ഒക്കെ പിഴിഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ്, ഇതെല്ലാ ദിവസവും കഴിക്കുക. അങ്ങനെ ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് തൃശ്ശൂർ ഒരു ഹോട്ടലിൽ 2 പേര് താമസിക്കുക. കാലത്ത് 9 മണിയാകുമ്പോൾ വരും. ഇത്രയ്ക്കും എണ്ണ എന്നോട് കുടിപ്പിക്കും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയെന്ന് പറഞ്ഞു. അങ്ങനെ 11 ദിവസം ഇത് മുഴുവൻ. 10ാമത്തെ ദിവസമായി ഞാൻ വണ്ണം കുറയുന്ന കാണാനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വല്ല രക്ഷയുണ്ട്? 10 ദിവസമായി, ഇനി നാളെയും കൂടി അല്ലേ ഉള്ളു, എന്തെങ്കിലും പറയാ. ഫ്രാങ്ക്, ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആള് 11 ദിവസം കൊണ്ട് കുറയ്ക്കാന്ന് പറഞ്ഞേ. അത് പറയാ 100ൽ ഒരാൾക്ക് ഓപ്പോസിറ്റ് ഉണ്ടാവാന്ന്. ഞാൻ വലിയ ഉപകാരം. ഇനി നമുക്ക് നിങ്ങളെ ഞാൻ പറഞ്ഞ നേരത്തെ വേറൊരു ലോകത്തിലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞാലോ. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാത്ത എന്താ ഞങ്ങളെ കൊണ്ടുപോകാത്തത്? കൊണ്ടുപോകും, ഞങ്ങളെ കൊണ്ടുപോകുന്നു ചോദിക്കേ. ഞങ്ങൾ കൊണ്ടുപോകും, നിങ്ങളെ ഞാൻ കൊണ്ടുപോവാ. വാ, പ്രേക്ഷകരെല്ലാം ആകാംക്ഷഭരിതരായി കാത്തിരിക്കുന്ന 1-1-3 ഏറ്റവും ഹൈലൈറ്റ് ക്വിസ് റൗണ്ടിലോട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. 5 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പണിഷ്മെന്റ് എന്ന് വേണം ഈ കുപ്പിയിൽ ഇരിക്കുന്ന സംഭവം എടുത്തിട്ട് നിങ്ങൾക്ക് അത് പറയുന്ന പോലെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വേറെ സന്തോഷ വാർത്ത, നിങ്ങൾക്ക് 2 ലൈഫ് ലൈൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഓർക്കസ്ട്രയിലുള്ള ഏതെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കാം, അദ്ദേഹത്തിന് ഫലമേൽപ്പിക്കാം. നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കുള്ള പണിഷ്മെന്റ്. ഇനി അദ്ദേഹം പറയാണ് എന്നെ കൊണ്ട് സാധിക്കില്ല, നിങ്ങൾ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിരിക്കും. അതേപോലെ 2ാമത്തെ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിജീവി എന്ന് പറഞ്ഞ ഒരാൾ വരും. ആള് ഇതിന്റെ ഉത്തരം പറയും. പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പണിഷ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് തന്നെ വിധി, കേട്ടോ. ഓർക്കസ്ട്ര ടീമിലെ ആരെങ്കിലും ലൈഫ് ലൈനിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ലൈഫ് ലൈൻ 2 പ്രാവശ്യം മാത്രം. ഇപ്പൊ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം. ഫ്രാങ്കോ ചേട്ടൻ ആരെ സെലക്ട് ചെയ്യുന്നു? പാഡ് വായിക്കുന്നത് ലിനു, അനൂപ്, ലിജു. ലിനു, ലിജു. വേറൊരു കാര്യം, ഇവര് സഹോദരങ്ങളാണെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. ഇവര് സഹോദരങ്ങളാണ്. ശരി, ചോദ്യത്തിലോട്ട് പോവുകയാണ്. ആദ്യ ചോദ്യം, അനൂപ് ശങ്കർ. അനൂപ് ശങ്കർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. 2 പേര് വിദ്യാഭ്യാസം എന്ന യോഗ്യത നന്നായിട്ട്, പാട്ട് മാത്രമല്ല അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. അനൂപ് എന്താ പഠിച്ചു ശരിക്കും പറഞ്ഞത്? M.Tech കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്ക് തീർച്ചയായിട്ടും ഇതിന്റെ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര നാറ്റ കേസായിരിക്കും. M.Tech തന്നെ പദവി തന്നെ അവർ ചിലപ്പോൾ തിരിച്ചെടുക്കുന്നിരിക്കും. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? പോപ്കോണോ? പോംഗ്രാനൈറ്റ്, മാതള നാരങ്ങ, അല്ല മാമ്പഴം. 4 ഓപ്ഷൻ ഉണ്ട്. ചക്കപ്പഴം, മാമ്പഴം, വാഴപ്പഴം, ആപ്പിൾ. മാമ്പഴക്കൂട്ടത്തിൽ മൽകുകയാണ് കവി പാടിയ പോലെ മാമ്പഴം കറക്റ്റ് ആൻസർ ആണ്. പെട്ടെന്ന് അങ്ങനെയായി പോയി. ഫ്രാങ്കോ ചേട്ടൻ വിദ്യാഭ്യാസ യോഗ്യത പേടിക്കേണ്ട, ചോദിക്കുന്നില്ല. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ 18, 15, 5, 10. മക്കളുണ്ട് 15. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മക്കൾക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. 5. അനു ഭയങ്കര മോശമാണ്. 5. അനു പറഞ്ഞു തന്നിട്ടാണ് ഉത്തരം കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ഉത്തരം 10 ആയിരുന്നു. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റുന്നതിന്റെ പ്രായപരിധി നമ്മൾ ശ്രദ്ധിച്ചു വെച്ചോളുക. 10 വയസ്സാണ്. 3 പിള്ളേരാണോ 4 പിള്ളേരാണോ 5 പിള്ളേരാണോ? 5 വയസ്സാകുമ്പോ ATM കാർഡ് കിട്ടും. ഒരിക്കലും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കൈനീട്ട്. 2ാമത്തെ ചോദ്യം അനൂപ് ശങ്കറിന്റെ അടുത്ത്.
മമ്മൂട്ടിക്ക് 3 തവണ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ. എടാ കള്ള, എടാ കള്ള, മിണ്ടാണ്ടിരിക്കുന്നില്ലേ? എടുക്ക ഓപ്ഷൻസ്. മിണ്ടാണ്ടിരിക്കുന്നില്ലേ? ഓ, ഒരു പിച്ചക്കാരനായി അഭിനയിക്കാം. അതിപ്പോ വെറുതെ ഇരുന്നാലും മതി. ഈ പോയില്ല, ഇവിടെ ഇരിക്കേ. അല്ല, ഞങ്ങള് ഭയങ്കര കോടീശ്വരാണ്. നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്ന കാര്യമൊക്കെ ഏത് ബാങ്കിലാണ് പറഞ്ഞത്? ഏത് പിച്ചക്കാരൻ? നിങ്ങൾ എന്തിനാ പൈസ കണ്ട് പിച്ചക്കാർക്ക് കൊടുക്കുന്ന? നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു നമ്മൾ അങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ലെന്ന്. സോറി മാഡം. പിച്ചക്കാരൻ അവിടെ ഇരുന്ന്. ഇനി അടുത്തത്, മമ്മൂട്ടിക്ക് 3-ാം തവണ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ. 3-ാം തവണ ഏതൊക്കെയായിരുന്നു? മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ, ഡോക്ടർ അംബേദ്കർ, പൊന്തന്മാട. ഡോക്ടർ അംബേദ്കർ. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. സോ സാഡ്. പൊന്തന്മാടയായിരുന്നോ? പൊന്തന്മാട അല്ല ഉത്തരം. ഡോക്ടർ അംബേദ്കർ കറക്റ്റ് ആണ്. ധവള വിപ്ലവം, തവളയല്ല, ധവള വിപ്ലവം. എല്ലാം നല്ല വിപ്ലവങ്ങളുണ്ട്. ധവള വിപ്ലവം ഏത് വസ്തുവിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: പാൽ, പഴം, മീൻ, തവള. അയ്യോ, എനിക്കും അറിയില്ല കേട്ടോ. അനുവിന് അറിയാൻ. പാൽ, പഴം, അങ്ങോട്ട് നോക്കരുത്. മീൻ. ഓ എന്റെ പൊന്നെ, ഓപ്ഷൻസ് തെരഞ്ഞെടുക്കാണ്ട് വയ്യല്ലേ ചെറുക്കനെ. എടുത്തോ. പാലാണ് ഉത്തരം. പാല്. ധവളം. പാൽ, ശുദ്ധമായ പാൽ. ധവളം വൈറ്റ്. ധവളം എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ശരി. ഓ മൈ ഗോഡ്. ഒന്നും അഭിനയിക്കേണ്ട കാര്യമില്ല. ഏലമാനത്ത് പാട്ടിട്ടെ അതോ പാടി അഭിനയിക്കാം. വേറൊരു പാട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇതെല്ലാം സ്ഥിരം പാടാറുള്ളൂ. ഇത് പാടിയാ മതി. പാപ്പി, അപ്പച്ച, അപ്പച്ചനോടോ അമ്മച്ചിയോടോ ഫ്രാങ്കോയ്ക്ക് സ്നേഹം, റോഡ്സിയോട്. ഇനി അടുത്ത ചോദ്യം, ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തം ഉണ്ടാവും? ഇതൊക്കെ കാണാൻ പിടിച്ചോട്ടെ. അല്ല അറിവിന്റെ പണ്ടാരക്കാലം. ഓപ്ഷൻസ് ഇല്ല. താങ്കളുടെ മുഖത്ത് രക്തമേ ഇല്ലല്ലോ. ഒന്ന് പറഞ്ഞു ടീച്ചർ. ലൈഫ് ലൈൻ എടുക്കാം. ലൈഫ് ലൈൻ. അപ്പൊ ലിജു അല്ല. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം എത്ര ലിറ്റർ രക്തം ഉണ്ടാകും? 12 ആണെന്ന് തോന്നുന്നു. ഉത്തരം തെറ്റാണ് സഹോദര. തെറ്റിപ്പോയി. എങ്ങനെ ഇങ്ങനെ ആത്മവിശ്വാസം കിട്ടുന്നു എനിക്കറിയാം. അപ്പൊ തെറ്റിപ്പോയ സ്ഥിതിക്ക് ഈ പണിഷ്മെന്റ് താങ്കൾ സ്വീകരിക്കുന്നു. ആദ്യം അനൂപിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നോ? ചെറിയൊരു സംശയം. ഉത്തരം 30 ആണോ? ഞാൻ പണിഷ്മെന്റ് ചെയ്യാം. ഉത്തരം 30 ഒന്നുമല്ല, 5 ലിറ്റർ. ബീച്ചിൽ കപ്പലണ്ടി വിൽക്കുന്ന ആളാണ് അഭിനയിക്കുക. ഓക്കെ, നമ്മൾ ബീച്ചിൽ കാറ്റുള്ളാണേ. ഓ തീരുമാനം ചേട്ടാ, കപ്പലണ്ടി വേണം ചേട്ടാ. എനിക്ക് 5 രൂപ. ഒരു കവർ കൂടി എടുക്കും ചേട്ടാ. എനിക്ക് ഈ മൊത്തം വേണം. ഒരു കവർ കൂടി എടുക്കും ചേട്ടാ. നമുക്ക് ഈ കച്ചവടം കൂട്ടിക്കണം. മനോരമയിലെ പരിപാടിയാണ് ചേച്ചിയല്ലേ ചേട്ടാ? അയ്യോ, ഇതെല്ലാം എടുത്ത് കളയുന്നോ? അവിടെ ഇരിക്കും കപ്പലണ്ടി കച്ചവടക്കാരൻ. വീണ്ടും ചോദ്യങ്ങൾ. അങ്ങനെ അനൂപ് ഒരു പ്രാവശ്യം തോറ്റിരിക്കുകയാണ് കേട്ടോ ഫ്രാങ്കോ ചേട്ടാ. നമുക്ക് അത്ര സമാധാനിക്കാം. വീണ്ടും ചോദ്യം വരികയാണ്. ക്രിക്കറ്റിൽ ഒരു പന്തിൽ എടുക്കാവുന്ന പരമാവധി റൺസ് എത്രയാണ്? 7. അതെന്റെ ഭാഗ്യ നമ്പറാ. ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ശരിയല്ലേ? ഗിന്നസ് റെക്കോർഡിൽ 17 റൺസ് പരമാവധി എടുത്തിട്ടുണ്ട്. ഗിന്നസ് ബുക്ക് പേജ് നമ്പർ 247. അതുകൊണ്ട് തന്നെ ഫ്രാങ്കോ ഗിന്നസിൽ ക്രിക്കറ്റ് കളിയിൽ 7 എടുക്കാൻ പറ്റുള്ളൂ. ക്രിക്കറ്റ് കളിയിൽ സാധ്യതയുള്ളത് 7 റൺസ് ആണ്. ഗിന്നസ് ബുക്കിൽ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗായകൻ ഫ്രാങ്കോ പറഞ്ഞ ഈ ഉത്തരം കോടതി മുൻപാകെ തിരസ്കരിച്ചിരിക്കുന്നതുകൊണ്ട് പണിഷ്മെന്റ് എടുത്തു. അത് ശരിയായിരുന്നു. അത് ചതിയാണ്. 17 റൺസ് വരെ എടുത്തിട്ടുണ്ട്. 17 7 ആയിരിക്കും. അപ്പൊ 7 എവിടെയോ കണ്ടു. എടുത്തെടുത്തു. ഒരു കൊമ്പ മീശ വെക്കുക. ഫ്രാങ്കോ ചേട്ടൻ മീശ വെച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയാനുള്ള ഒരു അവസരം കൂടിയാണ്. വെച്ചു കൊടുക്കുക.
കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ നിൽക്കാം. ഇനി അടുത്ത ചോദ്യം വരെ ഇത് വെച്ചോണ്ടിരിക്കണം. ഓക്കെ. ഓക്കെ. വളരുന്നില്ല, എങ്ങനെയെങ്കിലും വെക്കാം. നല്ല രസമുണ്ട്. അനുവിനോടാണ്. ഇന്ത്യൻ പാസ്പോർട്ട് നേടാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഇന്ത്യൻ പാസ്പോർട്ട് ജനിച്ച കുഞ്ഞിന് വരെ കിട്ടും. ഉറപ്പാണ്. അതിന് പ്രായപരിധി ഇല്ലെന്നാണ് പറയുന്നത്. പ്രായപരിധി ഇല്ല. ഒരു സംശയമില്ല. ഒരു സംശയമില്ല. ആ ചോദ്യം ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ അല്ലേ? ഉത്തരം കറക്റ്റ് ആൻസർ. ഈ വിഷ താഴെ വെച്ചോ. വെക്കാൻ തോന്നില്ല അല്ലേ? ഇതൊക്കെ വളർത്തിയാ പോരെ, ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കണോ? ശരി, അടുത്ത ചോദ്യം. ലാസ്റ്റ് ചോദ്യമാണ്. ഒരാൾ കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഒരു പുലി അയാളുടെ മുന്നിലേക്ക് ചാടി വീണു. ഫ്രാങ്കോ എന്ന് പറഞ്ഞുകൊണ്ട്. കേട്ടോ? പെട്ടെന്ന് അയാൾ പോക്കറ്റിൽ നിന്നും 1000 രൂപയുടെ നോട്ട് എടുത്തു കാണിച്ചപ്പോൾ പുലി പേടിച്ചോടിപ്പോയി. എന്തുകൊണ്ട്? അറിയത്തില്ലല്ലോ. നോക്കട്ടെ. പാവം ഗാന്ധിജീനെ കണ്ടോ? നോ, ഗാന്ധിജിയെ കണ്ടിട്ടല്ല. ഞാൻ തന്നെ എന്റെ ഉത്തരം പറഞ്ഞുതരാം. ഉത്തരം അറിയത്തില്ല. അയാൾ ചില്ലറക്കാരനല്ലെന്ന് പുലിക്ക് മനസ്സിലായി. അപ്പൊ ഒരെണ്ണം ഫ്രാങ്കോ ചേട്ടൻ തന്നെ ഇതിന്റെ അകത്ത് എല്ലാം ഉപയോഗിച്ചേക്കും. സങ്കല്പിക്കുക, കസേരയിൽ ഇരുന്ന് നല്ല ടേസ്റ്റ് ഉള്ള ആഹാരം ആസ്വദിച്ച് കഴിക്കുക. അത് കൊള്ളാം. ആദ്യം ചോറാണ് അനുവ. ആദ്യം ചോറ്. ഏതാ? കുത്തിരി, നാട്ടിരി, ചെമ്പ. സാമ്പാർ ഊത്തണ. സാമ്പാർ വേണം, മോര് വേണം. സാമ്പാർ. തോരൻ ഏത് വേണ്ട? പലതരം തോരനുണ്ട്. മറ്റേ ബീൻസ്, ക്യാബേജ്, ബീറ്റ്റൂട്ട്. ക്യാബേജ് കഴിച്ചോണ്ടിരുന്നു. ചൂട്. പപ്പടം കുഴച്ചോ? മതി. ഇത്രയൊക്കെ ചെയ്ത് ഇത് കാണിക്കാനുള്ളൊരു മനസ്സാണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചന്ദ്രനിൽ പാട്ട് പാടാനാകുമോ? ചന്ദ്രനിൽ പാട്ട് പാടാം, തീർച്ചയായിട്ടും പാടാം. റിസൾട്ട് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നത്. ശബ്ദം പുറത്തു വരില്ല. കറക്റ്റ്, അത്രയും പറഞ്ഞാൽ മതി. പാടാനാകും, പക്ഷെ ആർക്കും കേൾക്കാനാവില്ല. കാരണം അവിടെ അന്തരീക്ഷ വായുവില്ല. അത്യാവശ്യം നല്ല കുറച്ച് കാര്യങ്ങളും അറിവുകളും നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിക്കുന്നു. ക്വിസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ ഫ്രാങ്കോ ചേട്ടൻ തന്നെ പറഞ്ഞു വിന്നർ ആയിരിക്കുന്ന ആരാണ്? സങ്കടം. അനൂപ് ശങ്കർ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ഫ്രാങ്കോ ചേട്ടനല്ലേ സമ്മാനം കിട്ടിയത്. ഫ്രാങ്കോ ചേട്ടൻ അനൂപിന് സമ്മാനം മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ മിക്സിയാണ് അനൂപിന് ലഭിച്ചിരിക്കുന്നത്. MX1 യൂണിബോഡി ഡിസൈൻ, ഹൈ RPM, പോസിറ്റീവ് ജാർലോ. പോസിറ്റീവ് എനർജി ഉള്ള ഒരാൾക്കാണ് മറ്റൊരു പോസിറ്റീവ് എനർജിക്കാരൻ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഫ്രാങ്കോ ചേട്ടന് മിക്സ് കിട്ടിയപ്പോൾ അനൂപ് പാടി. ഇപ്പൊ അനൂപിന് മിക്സ് കിട്ടുമ്പോൾ ആര് പാടും? ഫ്രാങ്കോ ചേട്ടൻ പാടും. ഓക്കെ, ഏത് പാട്ട് പാടും? നമുക്കൊരു കാര്യം ചെയ്യാം. ഏറ്റവും ഹിറ്റായ ഈ പറഞ്ഞ ചെമ്പകോ സുന്ദരിയൊക്കെ ആൾക്കാർക്ക് എത്ര കേട്ടാലും ഒന്നും കൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ചെമ്പകമ്മേ പാടണോ സുന്ദരിയെ പാടണോ? സുന്ദരിയെ പാടാം അല്ലേ? ഓക്കെ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ, പ്രണയിനീ. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ, എൻ ജീവതാളം നീ, പ്രണയിനീ. നീലരാവിലൻ സ്നേഹവീതിയിൽ മമ തോഴിയായി വാ, പ്രിയമയീ. ഒരിക്കലെന്നോ കണ്ട നാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവച്ചു ഞാൻ. പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴികുള്ള കൂട്, പച്ചക്കിളിക്കൊരു കൂട്, പച്ചക്കറി വഴികുള്ള കൂട്. കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ, ഓ അത് നിന്നെ കൂട്ടാനാണല്ലോ. തുടക്കം മാംഗല്യം തന്തുടാലേന
പിന്നെ ജീവിതം തുന്തനാരേന തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. സത്യമാണോ തോന്നല്ലേ? ആരാണോ കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വേൽ കൊണ്ടല്ലേ നീയും ചൊല്ലും. ഓ കഥ മാറും ചേകവനാകും മുറുകിയെടുക്കും വളവീരൻ മോതിര കളകം കേട്ടോ നീ കേട്ടോ ഈ കൂട്ടിൽ പെട്ടാൽ പിന്നെ നീലാകാശം കണ്ടോരില്ലെന്നാരോ ചൊല്ലുന്നേ. എനിക്ക് വരികൾ അറിയത്തില്ല പിന്നെ എന്നാ കാര്യം ഞാനും പാടും അയ്യോ അറിയത്തില്ലേ. റിമിക്കയെ കരുക്കിലാക്കി കുരുക്കിലാക്കി കുറുമ്പൊതുക്കി തടങ്കലിൽ തുണച്ചു കാണാൻ മനസ്സിൽ ഒരു കൊതിയുണ്ടല്ലോ. തുടക്കം മാംഗല്യം തന്തുനാരേന പിന്നെ ജീവിതം തുന്തനാരേന. ജീവിതം തുന്തനാരേന